ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മോണ്ടിനോഗ്രിയൻ സെന്റർ ബാക്കായ ഡ്രിൻചിച്ചുമായിട്ടുള്ള കരാർ അവസാനിപ്പിച്ചു എന്നുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ നടത്തിയത് ഇന്നലെയാണ്. താരം നിലവിൽ ക്ലബ്ബ് വിട്ടു എന്നുള്ള വാർത്തകളൊക്കെ ഓൾറെഡി പുറത്തു വന്നു കഴിഞ്ഞു. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഡ്രിൻചിച്ച് എത്തുന്നത് ശരിക്കും മാർക്കോ ലെസ്കോവിച്ചിന്റെ ഒരു പകരക്കാരന്റെ റോളിലായിരുന്നു. ആരാധകരൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഡ്രിൻചിച്ചിൽ നിന്നും. പക്ഷേ 2 സീസണിലും നിരാശ നൽകിയ പ്രകടനമായിരുന്നു ഡ്രിൻചിച്ച് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഡ്രിൻചിച്ച് പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള കരാർ അവസാനിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായ കമന്റുകളൊക്കെ ശരിയായ തീരുമാനമാണ്, ശരിക്കും ഇത് നേരത്തെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്നുള്ള വാർത്തകളോ അല്ലെങ്കിൽ അതുപോലുള്ള കമന്റുകളൊക്കെയാണ് നിലവിൽ പുറത്തു വരുന്നത്. നമുക്കറിയാം, മാർക്കോ ലെസ്കോവിച്ചിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഇവാൻ വുക്കമനോവിച്ച് പരിശീലകനായ സമയത്ത് ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക്, ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫൈനലിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ നിർണായക പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളാണ് മാർക്കോ ലെസ്കോവിച്ച്. അതിനുശേഷം അദ്ദേഹത്തിന് പരിക്ക് വന്നു. കൂടുതൽ മത്സരങ്ങൾ കളത്തിലിറങ്ങാൻ കഴിയാതായപ്പോൾ മാർക്കോയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് വേർപിരിഞ്ഞു. അതിനുശേഷമാണ് ഡ്രിൻചിച്ച് ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത്. 2023-24 സീസണ്, 24-25 സീസണും ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ കളിച്ച താരം കഴിഞ്ഞ സീസണിലൊക്കെ വളരെ ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശരിക്കും മാർക്കോ ലെസ്കോവിച്ചിന് ഒരു പകരക്കാരനാവാൻ ഡ്രിൻചിച്ചിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിലെ ഡിഫൻസിലെ പോരായ്മകൾ നമ്മൾ കണ്ടതാണ്. ഒരുപാട് ഗോളുകൾ അനാവശ്യമായി ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്നതൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഡ്രിൻചിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ആരാധകർ പറയുന്നത് ശരിക്കും ഇത് നേരത്തെ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു. എന്തായാലും ഡ്രിൻചിച്ച് വന്നത് വളരെ പ്രതീക്ഷയോട് കൂടിയാണ്. പക്ഷെ താരം മടങ്ങുന്നത് നിരാശയോട് കൂടിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മോണ്ടിനോഗ്രിയൻ സെന്റർ ബാക്കായ ഡ്രിൻചിച്ചുമായിട്ടുള്ള കരാർ അവസാനിപ്പിച്ചു. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിരിക്കുന്നു. എന്തായാലും വരാനിരിക്കുന്ന സീസണിലേക്ക് പുതിയ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഏറ്റവും മികച്ച സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ഏറ്റവും മികച്ച താരങ്ങൾ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വീഡിയോയുമായി വീണ്ടും എത്താം.